ആദ്യകാലത്ത് ഗുരുകുലങ്ങളെല്ലാം മുനികുലങ്ങളായിരുന്നു. ഓരോ മുനിമാരും അവരുടെ മുനി ആശ്രമത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ അവരുടെ വീടിനോടൊപ്പം തന്നെ ആ മുനിയും ഭാര്യയും മക്കളും ശിഷ്യന്മാരും പ്രശിഷ്യന്മാരും കൂടെ കൂടുന്ന ഒരു വലിയ കുടുംബമായിരുന്നു അന്ന് മുനികുലങ്ങൾ. അങ്ങനെയുള്ള ആ മുനികുലങ്ങൾ അവരുടെ പരമ്പരയായി രഹസ്യമായി ബ്രഹ്മവിദ്യ സൂക്ഷിച്ചിരുന്നു. ശിഷ്യന്മാരുടെ ചെവിയിലേക്ക് പുത്രനായാലും ഭാര്യയായാലും ഒക്കെ മുനിയുടെ ശിഷ്യകളാണ്. അവരുടെ ചെവിയിലേക്ക് ഈ വിദ്യ ഉപദേശിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ അവരുടെ ശിഷ്യന്മാരുടെ ചെവിയിലേക്ക് ഉപദേശിച്ചു കൊടുക്കും. ആ രീതിയിൽ മുനികുലങ്ങൾ തങ്ങളുടെ പരമ്പരയായി തന്നെ സൂക്ഷിച്ചു വന്ന ഒരു വിദ്യ ആണ് യഥാർത്ഥ ബ്രഹ്മവിദ്യ. ആ വിദ്യ ഇന്നും നിലനിൽക്കുന്നു. ഇന്ന് ആ വിദ്യ നിലനിൽക്കുവാനുള്ള ഒരു കാരണം ഈ മുനികുല പരമ്പരാവിദ്യ ഒരു കാലത്ത് മിക്കവാറും നശിച്ചു പോയ രീതിയിൽ എത്തിച്ചേർന്നു. അന്ന് ഈ വിദ്യയെ പുനരുദ്ധരിക്കുവാൻ വേണ്ടി ഇവിടെ കടക്കൂട്ടുന്ന ഒരു മഹാത്മാവ് പ്രയത്നം. അദ്ദേഹമാണ് സ്വാമി ശ്രീ ഗുരു ഭൈരവാനന്ദ യോഗികൾ. ഭൈരവാനന്ദ സ്വാമി തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, റേഞ്ചറായിരുന്നു. അദ്ദേഹം ജോലി നോക്കുന്നതോടൊപ്പം തന്നെ ആത്മീയമായ കാര്യങ്ങൾ വളരെ അന്വേഷണങ്ങൾ നടത്തി. അദ്ദേഹത്തിൻ്റെ കുടുംബം അങ്ങനെ ഒരു ആത്മീയ അന്വേഷണം നടത്തുന്ന അതിൽ താല്പര്യമുള്ള ആളുകൾ ഉള്ളൊരു കുടുംബമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണെങ്കിലും അന്യനാണെങ്കിലും ഒക്കെ ആ രീതിയിൽ ഭൈരവാനന്ദ സ്വാമി ഇങ്ങനെ ഒരു അന്വേഷണം നടത്തി പല ഭാഗത്തും ചെന്ന് പല വിദ്യകളും പഠിച്ചു. പക്ഷെ അതൊന്നും അല്ല ശരിയായ വിദ്യ എന്ന് അദ്ദേഹത്തിന് ഒരു ഉൾവിളി ഉണ്ടായി. ശരിയായ വിദ്യ കിട്ടണമല്ലോ, അതിന് എവിടെ പോകണം എന്ന് ഞാൻ അലഞ്ഞു വരികയാണ്. ഇടയ്ക്ക് ജോലി സ്ഥലത്ത് ജീവിതത്തിൽ പോയി തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഇങ്ങനെ അന്വേഷിച്ചാണ് ഈ വിദ്യയുടെ മൂലം കണ്ടെത്തണമെന്ന് യഥാർത്ഥ വിദ്യ കിട്ടാൻ പറ്റും. പക്ഷെ അദ്ദേഹം എത്ര അന്വേഷിച്ചാണെന്ന് വിദ്യ അങ്ങനെ ഒരിക്കൽ മധുരയിൽ കൂടെ ജലം നടത്തും. മധുര തമിഴ്നാട്ടില് എന്താണെങ്കിലും ഇതിനകത്ത് ഈ വിദ്യയുടെയൊക്കെ ആളുണ്ടാകും. സംഗതി അഗസ്ത്യര് കേരളീയനായിരുന്നുവെങ്കിലും തമിഴനായിട്ടാണ് കാണുന്നത്. അന്ന് കേരളവും തമിഴ്നാടാണ്. തമിഴകം എന്ന് പറഞ്ഞാൽ ചേരം ആയിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ രാജ്യം. ചേരം, ചോളം, പാണ്ഡ്യം ഈ 3 ദേശങ്ങളും ചേർന്നതായിരുന്നു അന്നത്തെ തമിഴകം. അതിലെ ചേരദേശമാണ് ഏറ്റവും വലിയ രാജ്യമായിരുന്നു. അത് നമ്മുടെ കേരളമാണ്, അന്നത്തെ കേരളം. ഇത് ചേരദേശം എന്ന് പറഞ്ഞു. ആ രാജ്യം വടക്കേറ്റം ഗോകർണം മുതൽ തെക്കേറ്റം കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്നു. അത് ഒരു സാമ്രാജ്യമായിരുന്നു. 3 രാജ്യങ്ങളായിട്ടാണ്, 3 സ്റ്റേറ്റുകളായിട്ട് ഇതിനെ വിഭജിച്ചിരുന്നത്. തുളുവഖണ്ഡം, ചേരഖണ്ഡം, കേരളഖണ്ഡം. അങ്ങനെ 3 സംസ്ഥാനങ്ങളായിരുന്നു ഈ രാജ്യത്തുണ്ടായിരുന്നത്. അത് ചേര സാമ്രാജ്യം എന്ന് പറയുന്നത്. ആ ചേര സാമ്രാജ്യത്തിൽപ്പെട്ട
സ്ഥലമല്ല മധുര. മധുര പാണ്ഡ്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. പാണ്ഡ്യരുടെ തലസ്ഥാനം. മധുരയിൽ കൂടി ഭൈരവാനന്ദ സ്വാമി അങ്ങനെ ആ പലരെയും അന്വേഷിച്ച് അങ്ങനെ ഒരു ദിവസം ഒരു വഴിയിൽ കൂടെ പോകുന്ന വഴിക്ക് ഇദ്ദേഹം ബോധം കെട്ട് വഴിയിലുണ്ട്. ബോധം കെട്ട് വീഴുന്ന സമയത്ത് അവിടെ അടുത്തൊരു വഴിയമ്പലം ഉണ്ടായിരുന്നു. ആ വഴിയമ്പലത്തിൽ ഒരു അവധൂതൻ ആയ കുറെ ഭിക്ഷുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ദാതയായിട്ടൊരു ഒരു സ്വാമി ഉണ്ടായിരുന്നു, ഒരു അവധൂതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇവരുടെ ശിഷ്യന്മാർ പറഞ്ഞാൽ അവനെ തൂക്കിയെടുത്തോ, ഇങ്ങനെ വീട് കിടക്കണം, അവൻ നമ്മുടെ ആളുകൾ തൂക്കിയെടുത്തോളം. അപ്പോൾ ശിഷ്യന്മാരെ തൂക്കിയെടുത്ത് അവിടെ കൊണ്ടുവന്നു ആ വഴിയമ്പലത്തിൽ കിടത്തി വെള്ളമൊക്കെ തളിച്ച് കുറച്ച് വെള്ളം കുടിക്കാനൊക്കെ വായിലൊക്കെ ഒഴിച്ചു കൊടുത്ത് കയറി പതുക്കനെ എഴുന്നേറ്റ്. അപ്പം ഈ ഗുരു പറഞ്ഞു, ഇദ്ദേഹം നീ ഞങ്ങളുടെ കൂടെ കുറേ നാൾ നടന്നു. അങ്ങനെ ആ അവധൂതനിൽ നിന്നുമാണ് സ്വാമി ഇദ്ദേഹം അഗസ്ത്യ പരമ്പരയിലുള്ള വലിയൊരു യോഗിമാരുടെ യോഗി ഭിക്ഷുക്കളായിരുന്നവർ. അദ്ദേഹത്തിൽ നിന്നും അജവാ ദീക്ഷ ഭൈരവാനന്ദ സ്വാമി പഠിച്ചു. അജവാ ദീക്ഷ കിട്ടി, വിദ്യ പഠിച്ച് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നീ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വരും, കാഞ്ചിയിൽ ഇന്ന സമയത്ത് ഞങ്ങൾ വരും, നീ അവിടെ വന്ന് ഞങ്ങളെ കണ്ടാൽ മതി. അങ്ങനെ ഇടയ്ക്കൊക്കെ പിന്നീട് ഇദ്ദേഹം ഓരോ സ്ഥലത്തും അവർ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം പറയുന്ന സ്ഥലത്ത് നീ ഇന്ന ദിവസം വന്നാൽ മതി, ആടി 18 മേട്ടൂർ വന്നാൽ മതി എന്നൊക്കെ ചില വിശേഷ സമയത്ത് പറയും. അങ്ങനെ അവിടെയൊക്കെ ചെന്ന് ഇദ്ദേഹം കണ്ടാൽ അങ്ങനെ കുറേ കാലം കൊണ്ട് ഭൈരവാനന്ദ സ്വാമി, അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിന് നാമം പത്മനാഭപിള്ള എന്നായിരുന്നു. അദ്ദേഹം ഈ വിദ്യകളെല്ലാം പഠിച്ച് അങ്ങനെ പിന്നെ അവധൂതന്മാർ പറഞ്ഞു, നീ എന്നെ അന്വേഷിച്ച് വരണ്ട, നീ ഇതുപോലെ ഒരു വിട്ടുമായിട്ട് നടന്നു, നീ കുറേ ആളുടെയൊക്കെ പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവധൂത അധികാരമൊക്കെ കൊടുത്ത് അങ്ങനെ ആ ഭൈരവാനന്ദ സ്വാമി ആണ് ഹംസയോഗത്തിൻ്റെ പുനരുദ്ധാരണം. ഇത് ഏകദേശം പോയി കിടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഭൈരവാനന്ദ സ്വാമി ഹംസയോഗത്തെ പുനരുദ്ധരിക്കുവാനായിട്ട് രംഗത്ത് വരികയും അദ്ദേഹം കാശി മുതൽ രാമേശ്വരം വരെ ഉള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ നടന്ന് ഓരോ സ്ഥലത്ത് നടന്ന് അവിടെ ഇവിടെയൊക്കെ ചില പോക്കറ്റ് ഉണ്ട്. അവിടെ ശിഷ്യന്മാർക്ക് അവിടെ താമസിക്കും 2 ദിവസം, അടുത്ത ദിവസം അവിടെ പോകും. അങ്ങനെ നടന്ന് പല സ്ഥലത്തുമായിട്ട് ഇദ്ദേഹം 500-ൽ പരം കേന്ദ്രങ്ങളുണ്ടായിരുന്നു, ശിഷ്യന്മാരുടെ കേന്ദ്രങ്ങൾ അന്നുണ്ടായിരുന്നു കാശിക്കും രാമേശ്വരത്തിനും ഇടയ്ക്ക്. ആ രീതിയിൽ വിദ്യ പ്രചരിപ്പിച്ചു. നടന്ന ശിഷ്യന്മാരെ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുക മാത്രമല്ല, ആ ഇടയ്ക്ക് കുന്നുകുഴിയിൽ വച്ച് ഇന്ത്യയിലെ യോഗിമാരൊരു ഒരു അഖിലേന്ത്യ സെമിനാർ നടന്നു. നമ്മൾ ഇന്നിപ്പോൾ സെമിനാർ നടത്തണ പോലെ അന്നുമൊക്കെ വലിയ നടന്നു. യോഗിമാരുടെ സെമിനാർ, ഒരു കൂടി തീരുമാനിക്കുന്ന യോഗം. ആ സഭയിൽ വെച്ച് അവിടുത്തെ ആളുകളൊക്കെ കൂടെ അവിടെ വന്നിരുന്ന ആളെല്ലാം കൂടെ പറഞ്ഞു. അപ്പോൾ അന്ന് ആ സഭയിൽ വെച്ച് ഈ ഭൈരവാനന്ദ സ്വാമിയെ ഈ ഭിക്ഷുക്കളുടെ യോഗത്തിൻ്റെ ലീഡറായിട്ട് തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് ഭൈരവാനന്ദ യോഗീന്ദ്രനാഥ് എന്ന് പേര് കൊടുത്തു. അവിടെ ആണ് അദ്ദേഹത്തിന് അങ്ങനെ ആ പേര് കിട്ടുന്നത്. അന്നു മുതലാണ് അദ്ദേഹം ഭൈരവാനന്ദ യോഗീന്ദ്രനാഥ് എന്നുള്ള പേര് വിലയിൽ തുടങ്ങിയത്. അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഹംസവിദ്യ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പുസ്തകങ്ങൾ എഴുതണം എന്ന് ആ യോഗ തീരുമാനം. അപ്പോൾ ആ കാലത്ത് അദ്ദേഹത്തിന് പ്രായം ആയിരുന്നു, കുറച്ച് പ്രായമായി, 70 വയസ്സ് പ്രായമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കായും പ്രായമായില്ലേ, നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ ചെയ്യും, അതുപോലെ അന്ന് തന്നെ ചെയ്യണം, അങ്ങനെ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുമോ, നമ്മൾ ആരും ചെയ്താലും നമുക്ക് അത്ര അനുഭവിച്ചാണെങ്കില്ല, അന്ന് തന്നെ എഴുതണം എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ കുറേ നാൾ അത് ഏറ്റെടുത്തു. ആ ബാധ്യത ഏറ്റെടുത്ത് അദ്ദേഹം കുറച്ച് നാളുകൊണ്ട് ഹംസയോഗ ചന്ദ്രിക എന്ന പുസ്തകം.
പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം ഗോപിക വിദ്യ എന്ന് പറഞ്ഞ സഞ്ചാര സമാധിയെക്കുറിച്ച് മാത്രം പറഞ്ഞ ഒരു നല്ല പുസ്തകത്തിൽ വളരെ ചെറിയ പുസ്തകം എഴുതി. പിന്നെ നിത്യോപാസയന്ത്രികം, ഹിന്ദുമത തത്വയന്ത്രികം, അങ്ങനെ പല പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിച്ചു. അതോടുകൂടിയാണ് നമുക്ക് ഹംസയോഗത്തിന് ഒരു സാഹിത്യ സംരംഭം തന്നെ മലയാളത്തിലുണ്ടായിരുന്നു. സംസ്കൃതത്തിലൊക്കെ പണ്ടുണ്ടായിരുന്നു. ശിവചാരജീവിക പോലുള്ള ഉത്തരഗീത പോലുള്ള പല പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. ഹംസയോഗികളുടെ ഏറ്റവും ആധികാരികമായ 2 ഗ്രന്ഥങ്ങളാണ് ഉത്തരഗീതയും ശിവചാരജീവികയും. അങ്ങനെ പുസ്തകങ്ങൾ സംസ്കൃതത്തിലുണ്ടായിരുന്നെങ്കിലും മലയാളത്തിൽ ഈ പുസ്തകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്വാമി ഭൈരവാനന്ദ ജിയാണ് ഈ പുസ്തകങ്ങളൊക്കെ എഴുതി പ്രസിദ്ധീകരിക്കുകയും ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ശിഷ്യന്മാരെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വന്ന ആ പരമ്പര ഭൈരവാനന്ദ സ്വാമിയുടെ മഹാസമാധിക്ക് ശേഷം കുറച്ചു കാലം ഒരു നിർജീവമായി നിന്നു. കേന്ദ്ര സമാജനത്തിനൊക്കെ തമിഴ്നാട്ടിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിൻ്റെയൊക്കെ പ്രഭാവത്തിൽ ചില ആളുകളൊക്കെ ചെല്ലും. ആ 2-3 ദിവസത്തോടെ താമസിക്കും, തിരിച്ചു പോകും എന്നുള്ള അല്ലാതെ മറ്റൊന്നില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ. അങ്ങനെ വരുമ്പോൾ ആ ഘട്ടത്തിലാണ് ഞാൻ ഇവിടെ എത്തിച്ചേരുന്നത്. അന്ന് വളരെ പ്രായം കൂടിയ കൃഷ്ണൻകുട്ടി മേനോൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഭൈരവാനന്ദ സ്വാമി ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃഷ്ണൻകുട്ടി മേനോൻ്റെ അച്ഛനായിരുന്നു യഥാർത്ഥ ഭൈരവാനന്ദ സ്വാമിയുടെ ശിഷ്യൻ. അദ്ദേഹം വലിയ അവധൂതനായി പോയി കുടുംബഭാരവും ഒക്കെ മകനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ദേശാടനത്തിന് പോയി. അങ്ങനെ ഹിമാലയത്തിലും കൽക്കട്ടയിലുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിച്ച് അദ്ദേഹം എവിടെ വെച്ച് സമാധിയായിരുന്നു നമുക്കറിയാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് കൃഷ്ണൻകുട്ടിമേനോൻ. കൃഷ്ണൻകുട്ടിമേനോന് ഭൈരവാനന്ദ സ്വാമി നേരത്തെ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ 14 വയസ്സുണ്ടായിരുന്നു. ആ കാലത്തിൽ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിലുള്ള വിദ്യകളൊക്കെയാണ് കൊടുത്തിരുന്നത്. അങ്ങനെയൊന്ന് ഞാൻ അദ്ദേഹമായിട്ട് കൃഷ്ണൻകുട്ടിമേനോനുമായിട്ട് പരിചയപ്പെട്ടു. ഹംസയോഗേന്ദ്രികമായ പുസ്തകങ്ങൾ അദ്ദേഹത്തിനൊന്ന് മേടിച്ച് വായിച്ചു. ഇതിനെക്കുറിച്ച് കൂടെ അറിയണം, പഠിക്കണം എന്നുള്ള രീതിയിൽ അന്വേഷിച്ച് നടന്നു. അങ്ങനെ വന്നപ്പോൾ എൻ്റെ അച്ഛന് സ്വല്പം ബന്ധമുണ്ടായിരുന്നു, ഒരു ചെറിയ ബന്ധമുണ്ടായിരുന്നു. ഭൈരവാനന്ദ സ്വാമിക്ക് കുറ്റിയതോളം എന്ന സ്ഥലത്ത് ചേർത്തല താലൂക്കിൽ അവിടെ ഒരു കുറച്ച് ശിഷ്യന്മാരും ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. ആ ക്യാമ്പുമായിട്ട് അച്ഛൻ ബന്ധപ്പെട്ടു. അങ്ങനെ ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നപ്പോഴേക്ക് അച്ഛനൊക്കെ എടാ ഇത് ഭൈരവാനന്ദ സ്വാമിയുടെ പുസ്തകമല്ലേ? ഞാനറിയാം, സ്വാമി എനിക്കൊരു ഉപദേശമൊക്കെ തന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ കൂടുതൽ കാര്യങ്ങൾ അച്ഛനോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അയ്യോ അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ആകപ്പാടെ ഒരു ചെറിയ ഉപദേശം അദ്ദേഹത്തിൽ തന്നെ മേടിച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയണമെങ്കിൽ വൈക്കത്ത് അപ്പു എന്നൊരാളുണ്ട്. അപ്പം ആ പത്മനാഭുള്ളാണെന്നെ പേരില്ല, അപ്പുണ്ടെന്ന് വിളിക്കും. അപ്പു എന്ന് പറഞ്ഞാൽ അപ്പൂൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ചോദിച്ചാണ്. അപ്പോൾ ഭൈരവാനന്ദ സ്വാമിയുടെ ശിഷ്യനാണ്, ശിവാനന്ദ ബ്രഹ്മസന്റെ ശിഷ്യനാണ്. അപ്പൂൻ്റെ അടുത്ത് ചോദിച്ചാൽ കാര്യങ്ങളല്ല എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ എൻ്റെ വേറൊരു പ്രായം കൂടി എൻ്റെ വേറൊരു സുഹൃത്തുണ്ടായിരുന്നു. മേലക്കത്ത് നാരായണൻകുട്ടി മേനോൻ എന്ന് പറയുന്ന ഒരു വലിയ തമിഴ് പണ്ഡിതനാണ്. തമിഴ് പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് ഒരുപാട് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിന് അഖിലേന്ത്യ അവാർഡ് കിട്ടിയ ആളാണ്. സാഹിത്യ അവാർഡ് കിട്ടിയ ആളാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കണം ചെയ്യാം എന്ന് പറഞ്ഞ ആളാരാണ് അദ്ദേഹം ഇപ്പോൾ എവിടെ കാണും. അദ്ദേഹം പറഞ്ഞു അത് എൻ്റെ ഗുരുവാണ്, എനിക്ക് ഉപദേശം തന്നത് അപ്പൂമാനാണ്. ഇപ്പോൾ വൈക്കത്താണ് ആൾ, ഇടപ്പള്ളിക്കാരനാണ്. ഈ വൈക്കത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. നാം അവിടെ പോയി പറ്റും, അവിടെ പോകാം. അങ്ങനെ ഇദ്ദേഹം ഒരു ദിവസം ഒരു കാർഡ് അയച്ചു, ഞാൻ ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞു. ആ പോണ സമയത്ത് എന്നോട് പറഞ്ഞു ഞങ്ങൾ പോകാനേ ഉള്ളൂ, അദ്ദേഹത്തോട് പോയി ഉപദേശം തരാമെന്നൊക്കെ പറയാം. പക്ഷേ കഴിഞ്ഞ മാസം ഞാൻ ഒരാളെ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി കൊണ്ടുപോയതാണ്. അവിടെ ചെന്നപ്പോൾ ഈ
അപ്പോഴാൻ അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തില്ല. എന്നിട്ട് വേരംഗത്തിനെ വെച്ച് സ്വകാര്യപ്പെട്ട് അയാൾക്ക് ഉപദേശമൊന്നും കൊടുക്കാൻ പറ്റില്ല. അയാൾ നമ്മുടെ നടപടിക്രമം പാലിക്കുന്ന ആളല്ല. അപ്പോൾ എല്ലാം പാലിക്കുന്നുണ്ട്. അതൊക്കെ പറയാനുള്ളതാണ്. അയാൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ മത്സ്യം കഴിച്ചുകൊണ്ടാണ്, മത്സ്യം കൂട്ടിയിട്ടാണ് ഊണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ കൂടി അതെല്ലാം ഉപയോഗിക്കുന്നതാണ്. ഞാൻ അവൻ നോക്കുന്നതാണ്. അതുകൊണ്ട് അവൻ ഉപദേശം കൊടുക്കാൻ പറ്റും. ഊണൊക്കെ കഴിഞ്ഞു തിരിച്ച് എന്തായാലും നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് പോകും. അപ്പം തിരിച്ച് വന്നപ്പോൾ കഴിച്ച് മേലംഗക്കാരാണ് വിളിച്ച് ചോദിച്ചു, ജാവോ ചെയ്തു ഭരതനോ തെറ്റാല് നീ ഇന്നലെ വൈകുന്നേരം മീൻ കൂട്ടിയാൽ ഞാൻ ഇന്നലെ ഒരു മീൻ കൂട്ടിയിട്ടുണ്ട്. അത് കാരണം കഴിച്ചു തരാൻ പറ്റാൻ നിങ്ങൾക്ക് ഉപദേശം തരാൻ പറ്റാതെ അവൻ നിങ്ങളുടെ വൈകുന്നേരം കൂടെ മീൻ കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് കാരണം ഉപദേശം കൊടുക്കാൻ പറ്റുന്ന അത് കാരണം നമുക്കവിടെ ചെല്ലാം. അദ്ദേഹം തീരുമാനിക്കുക എന്ത് വേണോ ഇവരെയും തരുമെന്ന് ഞാൻ പറയുന്നില്ല. ശരി, ഞാൻ ചെന്ന് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ എനിക്കപ്പോൾ പുറകോടുണ്ടായിരുന്ന മാധവപിള്ളയുടെ മകനാണ്. മാധവപിള്ള ചേട്ടനെ ഞാൻ അറിയിച്ചു. അദ്ദേഹം പരിവാർ സമയത്തൊക്കെ വന്നിട്ടുണ്ട്. ഉപദേശം മേടിച്ചിട്ടുണ്ട്. ഞാൻ അറിയാം. എന്നാൽ പിന്നെ ചോദിക്കണ്ടേ എന്താ വന്നതെന്ന്. ഉപദേശം വേണം, ഹംസവിദ്യയുടെ ഉപദേശം വേണം. അത് ശരി തരാം എന്ന് പറഞ്ഞ് എന്നോടൊന്നും പറയാം. വേറെ ഒന്നും ചോദിക്കും, ഇതായിട്ട് ചോദിക്കാതെ എനിക്ക് അദ്ദേഹം ഉപദേശം. പിന്നെ അതൊരു ചെറിയ ഉപദേശം തന്ന് പിന്നെ കുറേ നാളിങ്ങനെ പുറകെ നടന്ന് ആണ് ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം തരുന്നത്. അങ്ങനെ ഉപദേശം തന്ന് ഞാൻ കുറേ പ്രവർത്തിച്ച് തുടങ്ങി. ആ രീതിയിൽ ഞാനും നമ്മുടെ കൃഷ്ണൻകുട്ടി വേണ്ടും കൂടെ ഇവിടെ ഭഗവാൻ സ്വാമിയുടെ സമാധി സമയത്ത് വരും, ഗുരുപൂർണിമയ്ക്ക് വരും. ഇവിടെ ഞാൻ കഴിയും. അങ്ങനെയൊക്കെ ആണ് പിന്നെ നമ്മൾ തുടർന്ന് വന്നു. അങ്ങനെ വന്ന് നമ്മൾ കുറച്ച് കാലം കൊണ്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സാധകരുണ്ടാകുകയും കൂടുതൽ ഈ വിദ്യ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക്. പ്രത്യേകിച്ച് ഞാൻ വിദ്യയ്ക്ക് ആൾക്ക് ഉപദേശം കൊടുക്കാനുള്ള അവകാശവും കാര്യങ്ങളൊക്കെ ഈ അപ്പന്മാരുടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ആ രീതിയിൽ പോന്ന് ഇപ്പം നമ്മൾ ഈ സാധനയിൽ ശ്വാസത്തെയും പ്രശ്വാസത്തെയുമാണ്. ശ്വാസത്തെയാണ് ഉപാസിക്കുന്നത് ആദ്യം. ഹംസയോഗം, ഹംസം എന്ന് പറഞ്ഞാൽ പിടിനാളിലേക്കും അരയന്നമാണ്. ആ അരയണം ഹംസം തന്നെയാണ്. ഈ അരയണം നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു അരയന്നമുണ്ട്. അരയന്നത്തിന് 2 ചിറകുകളുണ്ട്. പക്ഷിക്ക് 2 ചിറകുകളാണല്ലോ. ആ 2 ചിറകുകൾ നമ്മളുടെ ഈ അരയന്നം എന്ന് പറയുന്നത് നമ്മുടെ ജീവാത്മാവ് തന്നെയാണ്. അതിൻ്റെ 2 ചിറകുകൾ അത് പ്രാണനും അപാനനുമാണ്. നമ്മൾ അകത്തേക്ക് ശ്വാസം എടുക്കുന്നു, കുളിർമയുള്ളൊരു ശ്വാസം, അത് അപാനവായുവാണ്. കുളിർമയുള്ള ശ്വാസമാണ് അത് അപാനവായു. അത് നേരെ അടിയിൽ ചേർന്നു. അടിയിൽ ചേരുമ്പോൾ മൂലാധാരത്തിലെത്തുന്നു. നമ്മുടെ ശ്വാസകോശം വരെയാണ് എത്തുന്നതെന്ന് പറയും ശാസ്ത്രം. പക്ഷെ അതിൻ്റെ പ്രഭാവം മൂലാധാരം വരെ എത്തുന്നുണ്ട്. മൂലാധാരത്തിലെത്തിയാലോ അവിടെ അഗ്നിഖണ്ഡമാണ്. മൂലാധാരവും അതിന് മുകളിലുള്ള ഭാഗവും അഗ്നിഖണ്ഡവും സൂര്യഖണ്ഡവും. ഇവിടെയൊക്കെ ഊഷ്മാവാണ്, ചൂടാണ്. അങ്ങനെ ശീതളമായ അപാനം നമ്മുടെ ഉള്ളിലെത്തി മൂലാധാരത്തിലെത്തുമ്പോൾ അവിടുന്ന് അഗ്നിയെ സ്വീകരിച്ചുകൊണ്ട് ഊഷ്മളമാക്കിയിട്ട് വീണ്ടും മുകളിലേക്ക് ഉയർന്നു വരും. അടുത്ത ഭാഗത്ത് താഴേക്ക് ഇങ്ങനെ ഒഴുകിപ്പോയി പരത്ത് ഭാഗത്തൂടെ മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു വരും. അത് ഊഷ്മളമാണ്. ഊഷ്മളമായിട്ട് ഉയർന്നു വരുന്നത് ആ ശ്വാസം നമ്മൾ പ്രാണൻ എന്ന് പറയും. ശീതളമായിട്ട് താഴേക്ക് പോകുന്നത് ചന്ദ്രന്റെ അംശമായ ശീതളമായ അപാനവായു.
മുകളിലേക്ക് ഊഷ്മളമായി ഉയർന്നു വരുന്നത് പ്രാണൻ, അത് സൂര്യന്റെ അംശവുമാണ്. ഈ പ്രാണൻ ഇങ്ങനെ വന്ന് മൂക്കിൽ കൂടെ തിരിച്ച് പുറത്തേക്ക് പോകും. മൂക്കിൽ കൂടെ പുറത്തേക്ക് പോകുന്ന പ്രാണൻ അത് പുറത്തേക്ക് പോയി ഒരു കുറച്ച് സമയം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും അകത്തേക്ക് കുളിർമയുള്ള ശ്വാസം അകത്തേക്ക് കയറും. ആ കുളിർമയുള്ള ശ്വാസം അത് നേരെ താഴേക്ക് പോകുന്നു, വീണ്ടും ഊഷ്മളമായി പുറത്തേക്ക് വരും. ഇങ്ങനെ പ്രശ്വാസ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ ജീവനാകുന്ന ഹംസത്തിന്റെ 2 ചിറകുകളും. ഒന്ന് മുകളിലേക്ക് പോകുന്നു, രണ്ടാമത് മറ്റേ താഴേക്ക് അടിക്കുന്നു. അങ്ങനെ ഈ ചിറകുകളിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന ഹംസം നമ്മുടെ ആത്മാവ് തന്നെ, ജീവാത്മാവ് തന്നെയാണ് ഹംസം. പരമാത്മാവിനും ഹംസം എന്ന് പറയും. ഹംസം എന്നുള്ളൊരു വാക്ക് വളരെ വിപുലമായ അർത്ഥങ്ങളുള്ളതാണ്. നമ്മൾ ഇവിടെ ഹംസയോഗം എന്ന് പറയുമ്പോൾ മറ്റൊരർത്ഥത്തിലാണ്. ഈ ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ അത് പ്രശ്വാസമാണ് പുറത്തേക്ക് പോകുന്നത്. പ്രശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ഹം എന്നൊരു നാദത്തോടു കൂടിയാണ് അത് പുറത്തേക്ക് പോകുന്നത്. മൂക്കിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ ഹം എന്നൊരു നാദത്തോടുകൂടി പുറത്തേക്ക് പോകും. ഉടൻ തന്നെ അത് അകത്തേക്ക് കയറുന്നു. സാ എന്ന നാദത്തോടുകൂടിയാണ് അകത്തേക്ക് കയറുന്നത്. ആ അകത്തേക്ക് കയറുന്ന സാ എന്ന നാദം. അങ്ങനെ ഹംസ ഹംസ എന്നൊരു മന്ത്രം നമ്മൾ സദാ ആലപിച്ചു കൊണ്ടിരിക്കുന്നു. ജനിച്ചാൽ ഉടനെ കരയുകയോ കൈകാലം കടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ സമയത്ത് മുതൽ ആരംഭിച്ചിട്ട് മരിക്കുന്ന സമയം വരെ നിലയ്ക്കാതെ ഈ നാദം, ഹംസനാദം അല്ലെങ്കിൽ ഹംസമന്ത്രം നമ്മളിങ്ങനെ ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു മഹാമന്ത്രമാണ്. ഏത് മന്ത്രവും ഏത് വിദ്യയും നമുക്ക് ഉപാസിക്കണമെങ്കിലും ഏത് വിദ്യ പഠിക്കണമെങ്കിലും ഈ ഹംസമന്ത്രം ഉണ്ടെങ്കിൽ മാത്രമേ, ജീവന്റെ നാദമാവുന്ന ഹംസനാദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഹംസമന്ത്രത്തെ മന്ത്രറാട്ട് എന്ന് പറയും. മന്ത്ര സാമ്രാട്ട്. എല്ലാ മന്ത്രങ്ങളുടെയും സാമ്രാട്ടായിരിക്കുന്നു ഹംസമന്ത്രം. അതുണ്ടെങ്കിൽ മാത്രമേ, ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഏത് വിദ്യയും പഠിക്കാൻ സാധിക്കുകയുള്ളൂ. സർവവിദ്യയുടെയും സാമ്രാട്ടാകുന്നു ഹംസവിദ്യ. ആ ഹംസവിദ്യ ഇത് ഹംസ മന്ത്രം ജന്മസിദ്ധമായിട്ട് തന്നെ നമ്മൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ പ്രാകൃതം, ജന്മസിദ്ധം എന്നുള്ള അർത്ഥത്തിലാണ് പ്രാകൃതം എന്ന് എഴുതിയിരിക്കുന്നത്. അത് പ്രാകൃതമാണ്, എന്നുവെച്ചാൽ ജന്മസിദ്ധമായിട്ടുള്ള നാച്ചുറലാണ്. ഇതാണ് ആ നാച്ചുറലായിരിക്കുന്ന ഹംസമന്ത്രത്തെ നമ്മൾ യോഗ സാധനയ്ക്ക് വേണ്ടി അതിനെ മറ്റൊരു രീതിയിൽ ഉപാസിക്കണം. മന്ത്രങ്ങൾക്കൊക്കെ ഒരു ദോഷമുണ്ട്. മന്ത്രങ്ങൾക്കെല്ലാം ഒരുപാട് ദോഷമുണ്ട്. അതിൽ ഈ ഹംസമന്ത്രത്തിന് പോലും ഒരു ദോഷമുണ്ട്. മന്ത്രങ്ങളൊന്നും അങ്ങനെ ഉപാസിക്കരുത്. ഒരു മന്ത്രം ഏത് ഗുരു പറഞ്ഞു തന്നാലും അതിന്റെ ദോഷം തീർക്കാനുള്ള വിദ്യ പറഞ്ഞു വന്നിട്ടില്ലെങ്കിൽ ആ മന്ത്രം ആരും ഉപാസിക്കരുത്. മന്ത്രങ്ങൾക്ക് അനേക ദോഷങ്ങളുണ്ട്. ദോഷം തീർക്കാനുള്ള പ്രതിവിധികളുണ്ട്. ഗായത്രി മന്ത്രം ഇന്ന് എല്ലാവരും, ഒരുപാട് ആളുകൾ, പണ്ട് ബ്രാഹ്മണന് മാത്രം ഉണ്ടാകുന്നുള്ളൂ, ഇന്ന് എല്ലാവരും ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അതിന്റെ ദോഷം തീർക്കാമെന്ന് അറിയാമോ? അതിന് ദോഷമുണ്ട്, ശാപമുണ്ട്. ഗായത്രിയുടെ ദൃഷ്ടാവായിരിക്കുന്ന വിശ്വാമിത്രൻ തന്നെ ശാപിച്ചിട്ടുണ്ട്, വസിഷ്ഠൻ ശപിച്ചിട്ടുണ്ട്, ബ്രഹ്മാവ് ശപിച്ചിട്ടുണ്ട്, ഇനി അനേകം പേര് ശപിച്ചിട്ടുണ്ട്. ഈ ശാപങ്ങൾ തീർക്കണം, അതിൻ്റെ ചിഹ്നത്തെ ദോഷം തീർക്കണം, അതുപോലെ മറ്റനേകം ദോഷങ്ങളിലൊക്കെ തീർക്കണം.
ഇതൊന്നും തീർത്തിട്ടല്ല ആരും മന്ത്രം സാധന ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മന്ത്രം സാധന ചെയ്യുന്ന ആളുകളെല്ലാം അവർക്ക് ദോഷം വന്നെന്ന് അറിഞ്ഞിട്ട് ദോഷപൂർണന്മാരായിട്ട് നടക്കുകയാണ്. പല രീതിയിലും ഉള്ള ദോഷങ്ങൾ വന്ന് അവര് വേണമെങ്കിൽ ആദ്യകാലത്ത് സ്വല്പകാലമൊക്കെ ഒന്ന് ഇച്ചിരി ശോഭിക്കുന്നുണ്ടാകാം. പിന്നെ മഹാദോഷങ്ങളും രോഗങ്ങളും എല്ലാം വന്ന് അവര് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്നു. പലരും ഓരോ കാലും കൈയും ഒക്കെ മുറിച്ച് കളഞ്ഞാണ് മരിക്കുന്നത്. വലിയ താന്ത്രികന്മാരും വലിയ മാന്ത്രികന്മാരുമായ ആളുകളൊക്കെ തന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ രോഗികളാകുന്നു. കാലിൻ്റെ ആദ്യം പാദം വെച്ച് മുറിക്കുന്നു, പിന്നെ മുട്ട് വെച്ച് മുറിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്ത് മരിക്കുന്നു. ഇതിൻ്റെയൊക്കെ കാരണം എന്താ? ദോഷങ്ങൾ തീർക്കാതെ ആണ് ഈ സാധനങ്ങൾ ചെയ്യുന്നത്. ദോഷം തീർത്ത് സാധന ചെയ്യണം. അത് മന്ത്രം ഉപദേശിക്കുന്ന ഗുരുവിനും അറിയാൻ മേല, ഉപാസിക്കുന്ന ശിഷ്യനും അറിയാൻ മേല. രണ്ടുപേരും നരകിച്ച് മരിച്ച് നരകത്തിൽ ജനസംഖ്യ വർദ്ധിക്കും. അതാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ദോഷം, ഇതിനും ഒരു ദോഷമുണ്ട്. ഹംസമന്ത്രത്തിന് അതിന് ചിഹ്നത്വം എന്ന് പറഞ്ഞ ദോഷമുണ്ട്. അതായത് ഹം സാ എന്ന് പറഞ്ഞതിൻ്റെ അടുത്തൊരു ചെറിയ വിടവുണ്ട്. ആ വിടവിന് വരുമ്പോൾ അവിടെ ചിഹ്നം സ്പ്ലിറ്റ് രണ്ടായിട്ട് നിൽക്കുകയാണ്. അതിനെ ആ വിടവ് തീർത്ത് ആലപിക്കണം. അത് സംഗീതമാക്കി ആലപിക്കണം. സംഗീതം ഹംസ എന്ന് പറയുമ്പോൾ അതൊക്കെ വിടവില്ലാതൊരു ട്യൂൺ ചെയ്ത് ആലപിക്കണം. അങ്ങനെ ഹംസമന്ത്രത്തെ ആലപിക്കുമ്പോൾ ഹംസ ഗായത്രി ആക്കി അതിനെ ആലപിക്കണം. അതാണ് ഗുരു ശിഷ്യന് ആദ്യം ഉപദേശിച്ചു കൊടുക്കുന്ന വിദ്യ. ഹംസ ഗായത്രിയിലൂടെ ഉപാസിച്ച് മുന്നോട്ട് നമ്മൾ പോകും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അപ്പൊ ഇതിന് നമ്മൾ ചില നിബന്ധനകളൊക്കെ വച്ചിട്ടുണ്ട്. ഈ ഉപദേശം കൊടുക്കുന്നതിന് മുമ്പ് ആള് പണ്ട് കാലത്ത് 12 കൊല്ലം ഒരു ഗുരുവിൻ്റെ അടുത്ത് ഗുരുകുലവാസം ചെയ്ത് പൂർത്തിയാക്കിയ ഒരാൾക്ക് ഗുരുവിന് ഇഷ്ടമുണ്ടെങ്കിൽ അജപാദീക്ഷ കൊടുക്കും. സമർത്ഥനായവരാണ്. 12 കൊല്ലം. പിന്നെയും 12 കൊല്ലം കഴിയുമ്പോഴാണ് അതോ ഗുരുവിന് എനിക്ക് പറയുന്നുണ്ട്, ശിഷ്യ നീയിപ്പോൾ എൻ്റെ ഈ ആശ്രമത്തിൽ വന്ന് പഠിക്കാൻ തുടങ്ങിയിട്ട് 12 കൊല്ലമായി. ഇനി നിനക്ക് ഞാൻ അജപാദീക്ഷ തരുന്നു എന്ന് പറഞ്ഞ് ഗുരു അജപാദീക്ഷ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെയും 12 കൊല്ലം കഴിയുമ്പോഴാണ് കേജലി വിദ്യ ഉപദേശിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ ചില ഗ്രന്ഥങ്ങളിൽ നിന്ന് പറയുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ 24 കൊല്ലം ആ ക്രമത്തിൽ ഇന്ന് ഈ 12 കൊല്ലമോ 24 കൊല്ലമൊക്കെ കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ആളുകളെ അതിനൊന്നും ആരും ഇത് ഈ വിദ്യ ഉപാസിക്കാൻ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് നമ്മുടെ ഗുരു നമുക്കൊരു നിർദ്ദേശം തന്നു, ഈ 12 കൊല്ലമൊന്നും വേണ്ട, ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കില്ല. ഗുരുവിനെ ശുശ്രൂഷിക്കാൻ വേണ്ട. ഒരു 12 ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ, അല്ലെങ്കിൽ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ, പകൽ 12 മണിക്കൂർ നമ്മൾ മൗനബോധവും ഉപവാസം 12 മണിക്കൂർ എടുക്കാം. അത് രാത്രി പോരേന്നൊക്കെ എന്നോട് ചില ആൾ വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രാത്രി ആകുമ്പോൾ നേരത്തെ ഊണുണ്ടെങ്കിൽ കിടന്നുറങ്ങാമല്ലോ മൗനോട്. അത് പറ്റില്ല, പകലെടുക്കണം. പകൽ 12 മണിക്കൂറും മൗനബോധവും ഉപവാസം. അങ്ങനെ 12 ആഴ്ച ചെയ്യുക. അപ്പോൾ 3 മാസം കൊണ്ട് 12 മൗനബോധവും ഉപവാസം എടുത്തു. ഒരു എല്ലാ ഞായറാഴ്ച എടുക്കുന്നു, ഞായറാഴ്ച കല്യാണത്തിന് പോകേണ്ട ആവശ്യം വന്നു, കല്യാണത്തിന് വെക്കും. പിന്നെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിരുന്നു ഒരു ദിവസം എടുത്ത് ഉണ്ടാവും. അങ്ങനെ 12 ദിവസം എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ആൾക്ക് ആദ്യത്തെ ഉപദേശം കൊടുക്കും. അത് അന്ന് ഈ ഹംസഗായത്രി ഉപദേശിച്ചു കൊടുക്കുകയും ആ രീതിയിൽ പ്രാണായാമവും ധ്യാനവും ചെയ്യാൻ പഠിപ്പിക്കുകയും ചെയ്യും.
അത് കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ച് നാളുണ്ട്, 3-4 മാസമോ 5-6 മാസമോ കൊണ്ടാണ് ഓരോരുത്തരുടെയും ഉത്സാഹം മേടിക്കും. ചില ആളുകൾ 5 കൊല്ലം ഉണ്ടാക്കി, ചില ആളുകൾ 5 മാസം കൊണ്ട് അടുത്ത സ്റ്റെപ്പ് സ്വീകരിക്കും. അങ്ങനെ ആ രണ്ടാമത്തെ അവസ്ഥയിൽ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കൊടുക്കും. അത് ദീപിനി വിദ്യ എന്ന് പറയും. നമ്മൾ മൂലാധാരവും സ്വാധിഷ്ഠാനവും സാധനം തിരിച്ചറിയില്ല. കാരണം അത് തമോമയ മണ്ഡലമാണ്. അഗ്നിഖണ്ഡമാണെങ്കിലും കൊല്ലന്റെ ഉലയിൽ ചാരത്തിൽ മൂടിക്കിടക്കുന്ന തീക്കട്ട പോലെയാണ് അവിടെയുള്ള അഗ്നി കിടക്കുന്നത്. അപ്പം കൊല്ലൻ ബ്ലോയർ ഉല ഊതുമ്പോൾ ആ ചാരമെല്ലാം പറന്നുപോയി തീ കത്തിജ്വലിക്കും. അതുപോലെ ഒരു വിദ്യ, ദീപിനി വിദ്യ എന്ന് പറയുന്നൊരു പണി നമ്മൾ 2ാമത്തെ ഘട്ടത്തിൽ അതിൻ്റെ അത് കുറെ കാലം ഉപാസിച്ച് വരുമ്പം നമ്മൾ പ്രണവോപാസന എന്ന ഘട്ടത്തിലേക്ക്. പ്രണവമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉപാസിക്കേണ്ട വിദ്യ, ഉപാസിക്കേണ്ട മന്ത്രം ഓങ്കാരമാണ്. പക്ഷേ ഓങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ജപിക്കുന്ന ഒന്നും ഓങ്കാരമല്ല, അതൊക്കെ കൃത്രിമമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഓങ്കാരം ശ്രമിക്കുകയാണ് വേണ്ടത്. അത് ശ്രുതിയാണ്. രണ്ട് ചെവിയിലും കൂടെ ഇങ്ങനെ കേൾക്കുന്നവർ ഒന്നാണ്. അപ്പം ഈ ചെവി അടച്ചു നോക്കാനും അപ്പോൾ നമുക്ക് കേൾക്കും, ഈ ചെവി അടഞ്ഞാലും 2 ചെവി അടഞ്ഞാലും കേൾക്കും, അകക്കൂടെ കേൾക്കും.